ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ 11,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. മാറുന്ന സാഹചര്യത്തിന് അനുസരണമായി രാജ്യത്തെ നീതിന്യായ സംവിധാനവും മാറേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതു സ്വകാര്യ മേഖലകളെ ശക്തമാക്കി കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC ജംഷഡ്പൂർ FC പോരാട്ടം അല്പസമയത്തിനകം. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അടിസ്ഥാന സൗകര്യ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കായിക വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രോത്സാഹനമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുവാഹത്തിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച വിനോദസഞ്ചാരികളുടെ എണ്ണം റെക്കോർഡാണ്. ദരിദ്രർക്കായി 4 കോടിയിലധികം വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകിയെന്നും വികസിത് ഭാരത് സങ്കല്പയാത്ര രാജ്യത്തെ 20 കോടിയിലധികം ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ഗുവാഹത്തിയിൽ 11,000 കോടിയിലധികം രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പദ്ധതികൾ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയെ മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ 7,000-ലധികം യുവാക്കൾ ആയുധം ഉപേക്ഷിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒട്ടുമിക്ക പ്രദേശങ്ങളിലും സായുധ സേനയുടെ പ്രത്യേക അധികാര നിയമം നീക്കം ചെയ്തു. രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളും ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും സന്ദർശന സ്ഥലങ്ങൾ മാത്രമല്ലെന്നും ആയിരക്കണക്കിന് വർഷത്തെ ഇന്ത്യയുടെ നാഗരിക പ്രയാണത്തിന്റെ മായാത്ത അടയാളങ്ങളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം വർഷങ്ങളോളം അധികാരത്തിലിരുന്നവർക്ക് വിശുദ്ധ ആരാധനാലയങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ചരിത്രത്തെ അവഗണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിനും പുരോഗതി കൈവരിക്കാനാകില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ സ്ഥിതിഗതികൾ മാറിയെന്നും ശ്രീ മോദി പറഞ്ഞു. 2 ദിവസത്തെ വടക്കുകിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെ വൈകിട്ടാണ് ഗുവാഹത്തിയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മാറുന്ന സാഹചര്യത്തിന് അനുസരണമായി രാജ്യത്തെ നീതിന്യായ സംവിധാനവും മാറേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നീതിന്യായ വ്യവസ്ഥ എളുപ്പത്തിൽ ലഭ്യമാകുന്നതും താങ്ങാവുന്നതുമാകണം. ന്യൂഡൽഹിയിൽ കോമൺവെൽത്ത് അറ്റോർണീസ് ആൻഡ് സോളിസിറ്റേഴ്സ് ജനറൽ കോൺഫറൻസിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നുള്ള വെല്ലുവിളികൾ കണക്കിലെടുത്ത് ജുഡീഷ്യറിയുടെ മുഴുവൻ പ്രക്രിയകളിലും സാങ്കേതികവിദ്യയുടെ ഉപയോഗം സ്വീകരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നീ ക്രിമിനൽ നിയമങ്ങളിൽ സർക്കാർ സാങ്കേതികവിദ്യ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ 3 നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും ആധുനിക സംവിധാനമായി മാറുമെന്ന് ശ്രീ ഷാ വ്യക്തമാക്കി. BJP കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഗാവ് ചലോ അഭിയാന ഹിമാചൽ പ്രദേശിൽ തുടക്കമായി. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യത്ത് 7 ലക്ഷത്തോളം ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും നടത്തുന്ന പ്രചാരണ പരിപാടിയാണ് ഇത്. ഉത്തർപ്രദേശിൽ ഗാവ് ചലോ ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ മാസം 11 വരെ സംസ്ഥാനത്ത് പ്രചാരണം നടത്തും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര സിംഗ് ചൌധരി, മന്ത്രിമാർ, MPമാർ, MLAമാർ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും പ്രചാരണ വേളയിൽ ഗ്രാമങ്ങളിൽ തങ്ങി കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും മുൻ ലോക്സഭാ സ്പീക്കറുമായിരുന്ന M. അനന്തശയനം അയ്യങ്കാരുടെ ജന്മവാർഷികത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുഷ്പാർച്ചന നടത്തി. ന്യൂഡൽഹിയിലെ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിലായിരുന്നു പുഷ്പാർച്ചന. രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ്, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങി പ്രമുഖർ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു. ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഋതു ബാഹ്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ റിട്ടയർഡ് ഗുർമീത് സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജസ്റ്റിസ് ഋതു ബെഹ്രി മുമ്പ് പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ സീനിയർ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
മിസോറാമിലെ ഐസ്വാളിൽ ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും കള്ളക്കടത്ത് ദേശീയ അന്വേഷണ ഏജൻസി തകർത്തു. പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഗൂഢാലോചനയുടെ ഭാഗമായി ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ വ്യക്തികൾക്ക് ഇവർ ആയുധങ്ങൾ വിതരണം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നിരോധിത ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഭീകരപ്രവർത്തനങ്ങൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നതായി NIA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കൊച്ചി കാക്കനാട് കിംഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയെയും പരിപോഷിപ്പിച്ച് കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിനു വേണ്ടി വ്യാവസായിക പ്രോത്സാഹനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് കൺവെൻഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. 10 ഏക്കറിൽ 55,000 ചതുരശ്ര അടിയുള്ള പ്രദർശന കേന്ദ്രം 90 കോടി ചെലവിലാണ് നിർമ്മിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. ഈ മാസം 12, 13, 14 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. 15-നാണ് വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും. വിപാസന ആചാര്യൻ SN ഗോയങ്കയുടെ 100ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിപാസനയെക്കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും പകർന്നു നൽകിയ ആചാര്യനായിരുന്നു SN ഗോയങ്കയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വയം നിരീക്ഷണത്തിലൂടെയുള്ള സ്വയം പരിവർത്തനത്തിന്റെ പാതയാണ് വിപാസന. വിവിധ കാരണങ്ങളാൽ യുവാക്കൾ സമ്മർദ്ദത്തിനിരയാകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിപാസനയ്ക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. गोयंका जी ने म्यांमार में 14 वर्षों की तपस्या करके इसकी दीक्षा ली और फिर भारत के इस प्राचीन गौरव को लेकर देश लौटे. विपश्यना सेल्फ ऑब्जर्वेशन के माध्यम से सेल्फ ट्रांसफॉर्मेशन का मार्ग है. इसका महत्व तब भी था जब हजारों वर्ष पूर्व इसका जन्म हुआ और आज के जीवन में ये और भी प्रासंगिक हो गई है. आज दुनिया जिस तरह की चुनौतियों से घिरी हुई है उसका समाधान करने की बड़ी शक्ति विपश्यना में भी समाहित है. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി FC ജംഷഡ്പൂർ FC പോരാട്ടം. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് FC 1-നെതിരെ 3 ഗോളുകൾക്ക് ബംഗളൂരു FCയെ പരാജയപ്പെടുത്തി. ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. 3ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 255 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്ക് വേണ്ടി ശുഭ്മാൻ ഗിൽ 2ാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി. ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. പാകിസ്ഥാനിൽ നടക്കുന്ന ഡേവിഡ്സ് കപ്പ് ടെന്നീസിൽ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ജോഡിയായ യുക്കി ഭാംബ്രിക്കും സകേഷ് മൈനേനിക്കും വിജയം. പാകിസ്ഥാന്റെ ഉസാമിൽ മുർത്താസ ബർക്കത്തുള്ള സഖ്യതയാണ് ഇരുവരും പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് 34,000 ടൺ ഉരുളക്കിഴങ്ങ് ഇറക്കുമതിക്ക് ബംഗ്ലാദേശ് സർക്കാരിന്റെ അനുമതി. ബംഗ്ലാദേശിൽ ഉരുളക്കിഴങ്ങിനുണ്ടായ വൻ വിലവർധനയെ തുടർന്നാണ് നടപടി. റംസാന് മുന്നോടിയായി കുതിച്ചുയരുന്ന പച്ചക്കറി വില നിയന്ത്രിക്കാൻ ഇന്ത്യയിൽ നിന്ന് ഉരുളക്കിഴങ്ങ് ഇറക്കുമതി ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. റഷ്യയുടെ കിഴക്കൻ പ്രദേശമായ ലുഹാൻസ്കിലെ ലിസി ചാൻസ്ക് നഗരത്തിൽ യുക്രൈൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ 28 പേർ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചു. അത്യാധുനിക റോക്കറ്റ് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. യുക്രൈനിന്റെ നടപടിയെ അന്താരാഷ്ട്ര സംഘടനകൾ അപലപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വക്താവ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഝാർഖണ്ഡിൽ പുരോഗമിക്കുന്നു. രാവിലെ ധൻബാദിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇന്ന് ബൊക്കാറോ സ്റ്റീൽ സിറ്റി, രാംഗഡ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. 8 ദിവസങ്ങളിലായി ഝാർഖണ്ഡിലെ 13 ജില്ലകളിലൂടെ യാത്ര പുരോഗമിക്കും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഈ വർഷം മാർച്ച് 31-നകം എല്ലാ ബ്ലോക്കുകളിലും ആയുഷ്മാൻ സുവിധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കുന്നത് ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്ക് കിഴക്കൻ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ 11,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. മാറുന്ന സാഹചര്യത്തിനനുസരണമായി രാജ്യത്തെ നീതിന്യായ സംവിധാനവും മാറേണ്ടതുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പൊതു സ്വകാര്യ മേഖലകളെ ശക്തമാക്കി കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അടുത്ത സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC ജംഷഡ്പൂർ FC പോരാട്ടം.
ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.